ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടിസ്ഥാന ശാസ്ത്രം പഠിക്കാം. 1ാമത്തെ അധ്യായം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ് ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ് ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. ഇനി മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം, വസ്തുക്കളെ വലുതായി കാണിക്കുക എന്നതാണ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ. അപ്പോൾ പ്ലെയിൻ മിറർ മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ. മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. മൈക്രോസ്കോപ്പിൽ കൃത്രിമമായിട്ടുള്ള പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. മൈക്രോസ്കോപ്പിൽ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ, അതായത് നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തു ഏതാണോ ആ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് കണ്ടൻസറിലെ ലെൻസ്. മൈക്രോസ്കോപ്പിൽ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് കണ്ടൻസറിലെ ലെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്നാൽ എന്തെന്ന് ഒരു ടേബിളിൽ ഒരു കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10x, 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ പീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ കാണാം. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി. അപ്പോൾ പോയിന്റ് ഇതാണ്: ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി? ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി. ഓക്കെ, മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന കണ്ടൻസറിൻ്റെ ഭാഗമാണ് ഡയഫ്രം. അപ്പോൾ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന കണ്ടൻസറിൻ്റെ ഭാഗമാണ് ഡയഫ്രം. മൈക്രോസ്കോപ്പിൽ നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ലൈഡ് നിർമ്മിക്കുന്നത് ഏത് പദാർത്ഥം കൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗ്ലാസ് കൊണ്ടായിരിക്കണം മൈക്രോസ്കോപ്പിൽ നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ലൈഡ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഗ്ലാസ് സ്ലൈഡിൽ ഒരു നിരീക്ഷണ വസ്തു വയ്ക്കും അല്ലേ? ആ നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ 1-2 തുള്ളി ഗ്ലിസറിൻ ഇട്ടിട്ട് ഒഴിക്കണം. മനസ്സിലായോ? അത് ഉണങ്ങിപ്പോകാൻ പാടില്ല. ഉണങ്ങിപ്പോയാൽ കറക്റ്റ് ആക്യുറസി ആയിട്ട് കിട്ടാൻ പറ്റില്ല, അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണങ്ങിപ്പോകാതിരിക്കാൻ നിരീക്ഷണ വസ്തു വച്ചിരിക്കുന്ന ആ സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡിൽ ഗ്ലിസറിൻ 1-2 തുള്ളി ഇറ്റിക്കണം. ഓക്കെ, മൈക്രോസ്കോപ്പിൽ നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ലൈഡ് ഗ്ലാസ് കൊണ്ടായിരിക്കണം നിർമ്മിക്കേണ്ടത്. ഈ നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ ഗ്ലിസറിൻ 1-2 തുള്ളി ഇറ്റിക്കണം. ഓക്കെ, മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്നാൽ ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. ഞാൻ നേരത്തെ ബോക്സിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പോയിൻ്റാണ്. മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്നാൽ ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് 1831 റോബർട്ട് ഹുക്കാണ്. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. 1831 1831
കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ സെല്ലെന്ന് വിശേഷിപ്പിച്ചതും റോബർട്ട് ഹുക്കാണ്. അപ്പോൾ 1831 ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? സെൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ക്ലിയർ ആയല്ലോ? കോശത്തെക്കുറിച്ചുള്ള പഠനം കോശവിജ്ഞാനീയം അല്ലെങ്കിൽ കോശപഠനം എന്നറിയപ്പെടുന്നു. കോശത്തെക്കുറിച്ചുള്ള പഠനം കോശവിജ്ഞാനീയമെന്നോ കോശപഠനമെന്നോ അറിയപ്പെടുന്നു. ഓക്കെ, കോശത്തിനെക്കുറിച്ചുള്ള പഠനത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ ചേർത്ത് കോശസിദ്ധാന്തം അഥവാ സെൽ തിയറി ആവിഷ്കരിച്ചത് M.J. സ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. 2 ശാസ്ത്രജ്ഞന്മാരാണ്. അവരുടെ പേരിങ്ങനെയാണ്: M.J. സ്ലീഡൻ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇച്ചിരി പാടായിരിക്കും, പക്ഷെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. ഓക്കെ, M.J. സ്ലീഡൻ, തിയോഡർ ഷ്വാൻ, ഈ 2 ശാസ്ത്രജ്ഞന്മാരും ചേർന്നാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇവർ രണ്ടുപേരും, അതായത് M.J. സ്ലീഡനും തിയോഡർ ഷ്വാനും വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ ചേർത്താണ് ഒരു കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ക്ലിയർ ആയല്ലോ? കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച 2 ആശയങ്ങളുണ്ട്. ആ 2 ആശയങ്ങളാണ്: എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഈ 2 ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഇനി ഒരു 4 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു ബോക്സ് പോലെ അതിനകത്ത് ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. അതിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. 1831 ഇത് സംഭവിച്ചത്. 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇനി 1838 M.J. സ്ലീഡൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1838 M.J. സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തൊട്ടടുത്ത വർഷം 1839 തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1839 ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. ഇനി 1858 ആയപ്പോഴത്തേക്കും റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വന്നു. റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചത് റുഡോൾഫ് വിർഷോയാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ്, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ആണ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്ന എന്ന നിഗമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത് കോശങ്ങൾ നിർവഹിക്കുന്ന ജീവധർമ്മമാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇതൊക്കെ കോശങ്ങൾ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പ്രോട്ടോപ്ലാസം എന്നോ ജീവദ്രവ്യമെന്നോ പറയാം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്ന് പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഇതും പ്രീവിയസ് ആണ്. ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. ഇതും പ്രീവിയസ് ആണ്. ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിനെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയാം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ഇംഗ്ലീഷിൽ സെൽ ഓർഗനൽസ് എന്ന് പറയും. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയോൺ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയോൺ. ഊർജ ആവശ്യം കൂടുതലുള്ള
കരൾ. അപ്പം കരളിന് ഊർജം കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ തലച്ചോറ്, പേശികൾ ഇവയ്ക്കൊക്കെ ഊർജം കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ കരളിനും തലച്ചോറിനും പേശിക്കുമൊക്കെ ഊർജം കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശാംഗങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. അടുത്ത, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ഇതും പ്രീവിയസ് ആണ്. കോശത്തിന് എന്ത് നൽകുന്നു? ദൃഢത നൽകുന്നു, ആകൃതി നൽകുന്നു. അതുകൊണ്ട് തന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്തെന്നറിയപ്പെടുന്നു? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയും. ഓക്കെ, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതും പ്രീവിയസ് ആണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത വഴി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം, അതാണ് സഞ്ചാരപാത എന്ന് പറയുന്നത്. അടുത്ത പോയിന്റും ആദ്യം പറഞ്ഞ പോയിന്റും മിക്സ് ചെയ്ത് നമുക്ക് പഠിക്കാം. സഞ്ചാരപാത എന്ന് പറയുമ്പോൾ എന്തുവാണ്? പദാർത്ഥ സംവഹനം. അത് നടത്തുന്നത് ഏതിലൂടെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലൂടെയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. ഇതും പ്രീവിയസ് ആണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. അടുത്തത്, ഭേനം അഥവാ വാക്യൂൾ. ഭേനം ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ തരമാണ് ടോണോപ്ലാസ്റ്റ്. ഇത് ആദ്യമായിട്ട് PSCക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇതധികം ആരും എഴുതിയില്ല. ഇതും പ്രീവിയസ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫേനം അഥവാ വാക്യൂൾ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കപ്പെടുന്ന കോശത്തിലെ ഭാഗമാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കപ്പെടുന്ന കോശത്തിലെ ഭാഗമാണ് ഫേനം. ഓക്കെ, ഇത് പ്രീവിയസ് ആണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികൾ ഇംഗ്ലീഷിൽ വെസിക്കിൾസ് എന്ന് പറയും. രാസാഗ്നികൾ എന്തിനെയൊക്കെയാണ് ചെറു സ്തരസഞ്ചികളിലാക്കുന്നത്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം എന്നീ കോശസ്രവങ്ങളെ എവിടെ? ചെറിയ സ്തരസഞ്ചികളിലാക്കി സംഭരിക്കുന്ന ഭാഗമാണ് ഗോൾഗി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശത്തിലെ ഭാഗമാണ് ഗോൾഗി കോംപ്ലക്സ്. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് വരെ വലുതായി കാണിക്കാം. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ 2000 മടങ്ങ് വരെ വലുതായി ആ വലിപ്പത്തിൽ കാണിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. പ്രകാശ സ്രോതസ്സിന് പകരം, ഇപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളിൽ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ സാധിക്കും. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ്, നമുക്കറിയാം അല്ലേ. അടുത്തൊരു ചെറിയൊരു ചെറിയൊരു കോളമാണേ. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. അതായത് കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിലെ നിയന്ത്രണ കേന്ദ്രമെന്ന് പറയാം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് മർമ്മകം. ഇത് അടുത്ത പോയിന്റാണ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. ഓക്കെ, മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം. രന്ധ്രം എന്ന് പറഞ്ഞാൽ സുഷിരമാണ്. ഓക്കെ, മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും
ഉള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്തരത്തിലെ സുഷിരമാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്ന് പറയും. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം. മർമ്മത്തെ ആവരണം ചെയ്തു കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറയും. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന രണ്ട് പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുമിണഞ്ഞ് കാണപ്പെടുന്ന കോശഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. ക്രൊമാറ്റിൻ റെക്ടിക്കുലം എന്ന് ഇംഗ്ലീഷിൽ പറയും. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന കോശഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾക്ക് കോശത്തിൽ മർമ്മമില്ല. കോശത്തിൽ മർമ്മം ഇല്ല. ഉദാഹരണം ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. ഇവയ്ക്കൊന്നും കോശത്തിൽ മർമ്മമില്ല. അതുകൊണ്ട് ഇവയൊക്കെ എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂകാരിയോട്ടുകൾ. യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. അപ്പോൾ അമീബയും ജന്തുക്കളും സസ്യങ്ങളും യൂകാരിയോട്ടുകളാണ്. എന്താണ് യൂകാരിയോട്ടുകൾ? കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരമാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരമാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ വർണ്ണതാര്യസ്തരങ്ങൾ അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് ജീവസ്തരം. അപ്പോൾ ജീവസ്തരം എന്തെന്നറിയപ്പെടുന്നു? വർണ്ണതാര്യസ്തരങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ജീവസ്തരത്തെ വർണ്ണതാര്യസ്തരങ്ങൾ അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്നറിയപ്പെടുന്നത്? ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അപ്പോൾ കോശവിഭജനത്തിൽ പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? സെൻട്രിയോളുകൾ. ഈ സെൻട്രിയോളുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? സെൻട്രോസോമിലാണ് കാണപ്പെടുന്നത്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന ജന്തുകോശത്തിലെ കോശാംഗമാണ് ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന ജന്തുകോശത്തിലെ കോശാംഗമാണ് ലൈസോസോം. ഇനി ചെറിയൊരു ബോക്സ് കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും. ഒരു ബോക്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ കോളത്തിനകത്ത്. അതായത് കോളത്തിനകത്തുള്ള പോയിന്റ് ഞാൻ അങ്ങനെ വായിക്കുകയാണ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ജൈവകണങ്ങൾ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിഡുകൾ 3 തരമുണ്ട്. 1 വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ്, 2 ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, 3 ശ്വേതകണം അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ ജൈവകണങ്ങൾ എത്ര തരമുണ്ട്? 3 തരമുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. ഇനി പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. പ്രീവിയസ് ആണ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. അതുപോലെ വർണ്ണകണങ്ങളാണ് പൂക്കൾക്കും ഫലങ്ങൾക്കും നിറം നൽകുന്നത്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണങ്ങളാണ്. ഓക്കെ, വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ,
ആന്തോസയാനിൻ എന്നിവ. ഈ സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നു. ഇതെല്ലാം പ്രീവിയസ് ആണേ. സാന്തോഫിൽ എന്ത് നിറം നൽകുന്നു? പൂക്കൾക്കും ഫലങ്ങൾക്കും. അതെടുത്ത് പറയണ്ടല്ലോ. പൂക്കൾക്കും ഫലങ്ങൾക്കും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലും മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനുമാണ്. ഇനി ആന്തോസയാനിനാണെങ്കിൽ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ നൽകുന്നു. അതായത് ചീരയുടെ ഇലയുടെയൊക്കെ കളറുണ്ടല്ലോ, അതുപോലെ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ നൽകുന്നത് ആന്തോസയാനിനാണ്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണം. ശ്വേതം എന്ന് പറഞ്ഞാൽ വെള്ള അല്ലെ, വെളുപ്പ് അല്ലെ. അപ്പോൾ ശ്വേതകണങ്ങൾക്ക് എന്തില്ല? നിറമില്ല. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്ത് കണങ്ങളായിട്ട് മാറുന്നു? വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അന്നജം പഞ്ചസാരകളായിട്ട് മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇത്രയും പോയിന്റുകളാണ് ഇതിനകത്തുള്ളത്. എല്ലാ പോയിന്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പോയിന്റുകൾ എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്